മകളെവിടെ? അകത്തുണ്ട്, കേറി വരും. കേറി വരാൻ തന്റെ ഔദാര്യവും ക്ഷണമൊന്നും എനിക്ക് വേണ്ട. എന്താ? അറിയില്ല. എന്നെ മനസ്സിലായില്ലേ നിനക്ക്? തലയാട്ടാണ്ട് കാര്യം പറയടി. ആരാ ഞാൻ? തമ്പുരാന്റെ ഭാര്യ. നീയോ? നീ തമ്പുരാന്റെ ആരാടി? ചോദിച്ചത് നിന്നോടാ. തമ്പുരാന്റെ ആരാടി നീ? വെപ്പാട്ടി? കൂട്ടുകിടപ്പുകാരിയോ? അതോ ദിവസക്കൂലിക്ക് വാടകയ്ക്കെടുത്ത വ്യഭിചാരിയോ? വേണ്ട, വാക്കുകൾ അതിരുവിട്ട് വേണ്ട. ഞാനൊരു പെണ്ണാ, മാനവും അഭിമാനവും ഉള്ളൊരു പെണ്ണ്. ആ മാനത്തെക്കുറിച്ചോ അഭിമാനത്തെക്കുറിച്ചോ ഞാൻ ചോദിച്ചത്. വിവാഹം കഴിക്കും മുമ്പ് ഒരുത്തന്റെ കൂടെ പൊറുക്കുന്നതാണോ മാനം? അവന്റെ കുട്ടിയെ അവിഹിത ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതാണോ അഭിമാനം? അറിഞ്ഞു അല്ലേ? എപ്പോഴെങ്കിലും അറിയുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞിരുന്നു. കൊല്ലുന്നില്ല ഞാൻ. ഭർത്താവിനെ പങ്കിട്ട് കിടക്ക രണ്ട് വിരിക്കേണ്ടി വന്ന ഈ നിൽക്കുന്ന നിപ്പില് കത്തിക്കും ഞാൻ. പങ്കിട്ടത് ഞാനാ, നീയല്ല. പറയിപ്പിക്കരുത് നീ എന്നെ കൊണ്ട് പഴയ കാലങ്ങള്. പറയണം, പറഞ്ഞേ പറ്റൂ. ഞാനൊരു ഭാര്യ, ഭർത്താവിനെ പൂർവകാല ബന്ധവും അതിൽ പ്രായം തികഞ്ഞൊരു മോളും ഉണ്ടായെങ്കിൽ അതെങ്ങനെയാ നീ എന്റെ ഭർത്താവിനെ വശീകരിച്ചെന്ന് എനിക്കറിയണം. വശ്യവും വശീകരണവും ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പഠിച്ചത് നാട്യവും നടനവും നല്ല ശ്രുതി ചേർന്ന സംഗീതവുമാ. 18 തികയാത്ത പെണ്ണിന്റെ ലാസ്യ മോഹന ഭാവങ്ങൾ കണ്ട് മോഹിച്ചതാ തമ്പുരാൻ. തിരിച്ച് പേടിയായിരുന്നു എനിക്ക് ആദ്യം. പിന്നെ എപ്പോഴോ ആ സംസാരത്തിലും സൗന്ദര്യത്തിലും വീണുപോയി. അതൊരു കൗമാരക്കാരിയുടെ തെറ്റ് തന്നെയായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ജീവിതം കൈവിട്ടു പോയിരുന്നു. എന്നിട്ടും അവകാശം പറയാനോ അധികാരം സ്ഥാപിക്കാനോ വന്നിട്ടില്ല ഞാൻ.